ഹലോ ഫ്രണ്ട്സ്, ഏജസ് ഫണ്ടീംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഔലോസുണ്ട ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ റേഷൻ പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഔലോസുണ്ട ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകി അത് നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാവേ. ശർക്കരപ്പാനി ഒരു നൂൽ പരുവത്തിൽ വേണം നമ്മൾ മാറ്റി വെക്കാനായിട്ട്. അപ്പം നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ചോരാൻ വെച്ചിരുന്ന അരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണേ. തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ പൊടി ഒരു ഉരുളിച്ചട്ടിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം ഈ തേങ്ങയിലെ നനവാണ് പൊടി നനഞ്ഞു കിട്ടേണ്ടത്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഏലക്കയും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉരുളിച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കണം. ഇത് ഉണ്ടാക്കി തരുന്നത് പഞ്ചാരമയാണ്. പഞ്ചാരമ സാധാരണ ഔലോസുണ്ടൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. ഞങ്ങൾ ചോദിച്ചുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ. അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല വീഡിയോ എടുക്കുന്നത്. എന്നാലും പിന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം വന്ന് ഇരിക്കുന്നതാണ്. നമുക്ക് അമ്മയോട് തന്നെ എന്നിട്ട് ചോദിക്കാം ഇതിൻ്റെ കറക്റ്റ് പാകവും കാര്യങ്ങളും എല്ലാം അമ്മ പറഞ്ഞു തരുവേ. എങ്ങനെയാ അമ്മ ഇത് അറിയുന്നത് മൂത്തെന്ന്? നമ്മളിങ്ങനെ ഇളക്കി 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 ഇതിങ്ങനെ ഇത് നല്ല നിറം വരും. നല്ല ചുവപ്പ് നിറം വരുമ്പോഴാണ് മൂപ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇത് മുറത്തിനകത്ത് ഇട്ടിട്ട് കുഴിച്ചെടുക്കും. കുഴിച്ചെടുത്ത് അതിന്റെ തരി ഒന്നുകൂടെ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മളതിനകത്തിട്ട് ശകലം ചൂടാക്കണം. ചൂടാക്കിയാൽ നല്ലതാ. അതല്ലെങ്കിൽ നമ്മളിപ്പം ചൂടോടെ അല്ലേ ഇട്ട് ഇളക്കി നമ്മൾ ഉണ്ട പിടിക്കുന്ന അതുപോലെ ചുമക്കണം. നല്ലോണം ചുമക്കണം. ഇതാണ് ഔലോസുണ്ട പിടിക്കുന്നത്. നീ ഇങ്ങോട്ട് പറഞ്ഞുണ്ട് ഇതിന്റെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് വേണം കരിയെല്ലാം. അങ്ങനെ നമ്മുടെ ഔലോസ് പൊടി ഇവിടെ റെഡിയായി. ഇനി നമ്മളിത് മുറത്തിലേക്ക് ഇട്ട് തെള്ളി എടുക്കുകയാണ്. വലിയ തരികൾ മാറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മളത് ഈ വലിയ തരികളെല്ലാം എടുത്ത് മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുവേ. ഈ പൊടിച്ചെടുത്ത ഈ ഔലോസ് പൊടി നമ്മൾ ശർക്കരപ്പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരപ്പാനിക്ക് നല്ല ചൂട് വേണം കേട്ടോ. ചൂടോടുകൂടി വേണം ഇത് യോജിപ്പിക്കാനായിട്ട്. ചൂടോടുകൂടി തന്നെ വേണം ഔലോസുണ്ട പിടിക്കാനായിട്ട്. എങ്കിലത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. അതുപോലെ ഒരുപാട് അമർത്തി ഔലോസുണ്ട പിടിക്കരുത്. പിടിച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് കഴിയുമ്പോൾ കല്ല് പോലെ ആയിപ്പോകും. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഉണ്ട പിടിക്കാവുള്ളൂ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഔലോസ് പൊടിയിലിട്ട് ഇളക്കി വെക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്